Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Afternoon. നമ്മള് സൊസൈറ്റി ഓഫ് കൊഹീഷൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആണോ? കംപ്ലീറ്റ് ആയോ ചാപ്റ്റർ? No, ma'am. Complete ആയിട്ടില്ല. ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ പ്രെയർ? അധികം ദിവസമൊന്നും ഇല്ല, ജസ്റ്റ് കുറച്ച് ഫ്യൂ ക്ലാസ്സസ് മാത്രമേ നമ്മൾ ഈ സൈനിങ്ങും സൈൻ ഔട്ടും പ്രെയർ ഒക്കെ പറയുള്ളൂ. ആരെങ്കിലും പ്രിപ്പയർഡ് ആണോ? ഞാൻ പാടാം മാം. ഹലോ, കേക്കാം, പറഞ്ഞോടാ. ജഗദീശ രക്ഷിക്കാൻ ഞങ്ങളെ എന്നും മഹിതമാം ഭക്തിതാം ദാനവുമേകി മനതാരിലെങ്ങും വിളങ്ങട്ടെ ശുദ്ധി മിതമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി. ജഗദീശ രക്ഷിക്കാൻ ഞങ്ങളെ എന്നും. Final and thought of the day. തോട്ട് ഞാൻ പറയാമേ. Small steps every day lead to big achievement. ഓരോ ദിവസത്തെയും ചെറു ചുവടുകൾ വലിയ നേട്ടങ്ങളിലേക്ക് നയിക്കുന്നു. Signing പറയാമേ. Good afternoon, everyone, and welcome to today's live class. It is wonderful to see you all join. We are excited to dive in today's lesson with Aparna ma'am. Please feel free to ask a question anytime, and let's make this productive and engaging learning section together. Let's get started. Thank you, ma'am. Thank you. Then നമ്മുടെ സൊസൈറ്റി ഓഫ് കൊഹീഷൻ ആണ് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത് അല്ലേ? ഐ തിങ്ക് ഹാർമണി വരെയും പറഞ്ഞു നിർത്തിയിട്ടില്ലായിരുന്നു, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. ആണോ? ഇനി പറഞ്ഞു ചെയ്യാം. അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ പിൻ ടവർ ചെയ്തിട്ടുണ്ടായിരുന്നേ, അപ്പൊ അത് പെയിന്റ് ചെയ്ത് ഉണങ്ങി കഴിഞ്ഞപ്പോ അത് കുറച്ച് ഡാർക്ക് ആയിപ്പോയി. കുഴപ്പമുണ്ടോ? ഏത് വുഡിലാണോ ചെയ്തത്? വുഡിലാണ് ചെയ്തത്, പക്ഷെ അത് ഡ്രൈ ആയി കഴിഞ്ഞപ്പോ കുറച്ച് ഡാർക്ക് ആയിപ്പോയി. ഓക്കെ, കുഴപ്പമില്ലടാ. പക്ഷെ മോന് പറ്റുകയാണെങ്കിലേ പിന്നീട് എപ്പോഴെങ്കിലും പിങ്കിന്റെ കറക്റ്റ് കളർ കിട്ടുകയാണെങ്കിലേ അതൊന്ന് പെയിന്റ് ചെയ്ത് നോക്കായിരുന്നു. സ്പ്രേ കാണിച്ചു തരോ? കാണിച്ചു തരാം. കുഴപ്പമില്ലല്ലോ, വേറെ പ്രശ്നം തോന്നില്ലല്ലോ. കുറച്ച് ഡാർക്ക് ആയി പോയി. അന്ന് അവിടെ കണ്ടപ്പോൾ അത്ര ലൈറ്റ് അല്ല. കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമായി, നന്നായിട്ടുണ്ട് കേട്ടാ. താങ്ക് യു മാം. മോൻ ചെയ്തതാണോ പിങ്ക് ടവർ? അല്ല, പെയിന്റ് ചെയ്തൊക്കെ ഞാനാണ്. അത് മറ്റേ വുഡ് ഞാൻ ഇവിടെ ഒരു അടുത്ത് കാർപ്പന്ററിന്റെ അടുത്ത് പോയിട്ടേ അവിടുന്ന് കട്ട് ചെയ്യിപ്പിച്ചിട്ട് കൊടുന്നതാ. മെഷർമെന്റ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് കട്ട് ചെയ്തോ? പൈസയോ? എങ്ങനെ? ഇല്ല, എന്താ 1000ന്റെ ഉള്ളിലായി. അവർക്ക് ഈ കളർ കുഴപ്പമില്ലല്ലോ? ഇല്ല, കളർ കുഴപ്പമൊന്നുമില്ല. വീട്ടില് കുട്ടികളുണ്ടോ? ഉണ്ട്. ഇന്ന് രാവിലെ ഇത് കണ്ടപ്പോ തൊട്ട് ഇവിടെ ഭയങ്കര വാശിയാണ്, ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. കൊടുക്കോട്ടാടാ. കൊടുത്തോന്ന് കളിക്കാൻ കൊടുക്കാറുണ്ട്. അവിടുന്ന് ചെയ്തൊക്കെ നോക്കി ഇപ്പൊ സ്കൂളിൽ പോയേക്കാ. വന്നിട്ട് ഇത് വേണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പൊ LKG-യിലാണ് പഠിക്കുന്നത്. അപ്പൊ ഒന്ന് സ്കൂളിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ വാശി പിടിച്ചു. ഓക്കേടാ, നമുക്ക് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് കൗണ്ടിങ് പഠിപ്പിക്കാൻ പറ്റും. കളർ സെൻസ് ഡിഫറെന്റ് ടൈപ്സിൽ. ഇപ്പൊ നമ്മള് മോനിപ്പോ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? വെർട്ടിക്കലി മാത്രമാണ്. കുട്ടികളാവുമ്പോൾ ഹൊറിസോണ്ടലി ഡിഫറെന്റ് ഷേപ്സിലും സൈസിലും ഒക്കെ പിങ്ക് കവർ ചെയ്യും. അതൊക്കെ ചെയ്യിപ്പിക്കണം കേട്ടോ. പിങ്ക് മെത്തേഡ് മോഡൽസ് നോക്കിയാലോ അങ്ങനെ കിട്ടും നമുക്ക്. ഡിഫറെന്റ് ടൈപ്സിൽ അത് അറേഞ്ച് ചെയ്യുന്ന രീതിയൊക്കെ കിട്ടും.
നോക്കി ചെയ്യിക്കാട്ടാ. നല്ലൊരു മെറ്റീരിയൽ ആണ്. താങ്ക് യു മാം. ഇനി മാക്സിമം കളർ ചേഞ്ച് ചെയ്യണോ? വേണ്ടാടാ, പിങ്ക് ആയിട്ട് തന്നെ ഞങ്ങൾക്ക് തോന്നുന്നേ. ഓക്കെ മാം, താങ്ക് യു. അല്ല, പ്രാക്ടിക്കൽ ക്ലാസ്സിന് വന്നപ്പോഴേ ഒന്നും കൂടെ ലൈറ്റ് ആയിട്ട് കണ്ടതേ. അപ്പൊ ഡ്രൈ ആയി കഴിഞ്ഞു അതേ കളർ തന്നെയായിരുന്നു കൊടുത്തത്, പക്ഷെ ഡ്രൈ ആയി കഴിഞ്ഞപ്പോ ഒന്ന് മാറിപ്പോയി. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. Okay. When there is such cohesion, the following can be present in of the children. ഇപ്പൊ നമ്മൾ കൊഹീഷൻ ഉണ്ടെങ്കിൽ കുട്ടികൾ തമ്മിൽ നല്ലൊരു കെട്ടുറപ്പുണ്ടെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ കുട്ടികളുടെ ഇടയിൽ ഉണ്ടാവും. ഫസ്റ്റ് വൺ ഈസ് കോപ്പറേഷൻ. നമ്മളെ കുട്ടികൾ തമ്മിൽ നല്ല കോപ്പറേറ്റീവ് ആയിട്ടായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്ന. ഒരു ഗ്രൂപ്പിലായാലും ഒരു കാര്യം ചെയ്യാൻ നല്ല കോപ്പറേഷനോട് കൂടിയായിരിക്കും നിങ്ങൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. നമ്മള് മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ബട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ ഈ ഒരു മെത്തേഡിലേക്കൊക്കെ വന്നതിന് ശേഷം നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു കോപ്പറേഷൻ ഒക്കെ വന്നില്ലേ? നോട്ട്സ് കിട്ടിയില്ലെങ്കിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കുക, ടീച്ചർ എന്താ വർക്ക് പറഞ്ഞിരിക്കുന്നത് അത് പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പൊ റെക്കോർഡും അസൈൻമെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈം അല്ലേ? അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുക. ഇതൊക്കെ ഞാൻ മാത്രം ചെയ്താൽ പോരാ, എന്റെ ഫ്രണ്ടും കൂടി ചെയ്യാണ്. നല്ല ഞാൻ ചെയ്ത വർക്ക് കാണിച്ചു കൊടുക്കുക. അങ്ങനെ വർക്കുകളാണ്. റെക്കോർഡൊന്നും കാണിച്ചൊന്നും കൊടുക്കണ്ട കേട്ടോ. പറഞ്ഞു കൊടുത്തോ ഇന്ന വർക്കുകളാണ്, ഇന്ന മോഡലാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തോ. ബട്ട് ഫുൾ കോപ്പി ഒന്നും അല്ല, ജസ്റ്റ് ഷെയർ ചെയ്തു നമ്മുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളും. ഇപ്പൊ CA ചെയ്ത പിങ്ക് ടവർ നമുക്ക് കാണിച്ചു തന്നപ്പോ നമുക്കൊരു ഏകദേശം മോഡൽ കിട്ടി എങ്ങനെ പിങ്ക് ടവർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇല്ലേ? ദാറ്റ്സ് ഇറ്റ്. പിന്നെ നിങ്ങളൊരു വർക്ക്, ഒരു കുട്ടികളാവുമ്പോൾ ഈ ഒരു സൊസൈറ്റി ഓഫ് കൊഹീഷൻ ഉണ്ടെങ്കിൽ കുട്ടികൾ തമ്മിലൊരു ഗ്രൂപ്പിൽ നല്ല രീതിയിൽ അവർക്ക് ആ വർക്ക് ചെയ്യാനും കോപ്പറേഷനോട് കൂടി മ്യൂച്വൽ ഹെൽപ്പോട് കൂടിയും അവർക്ക് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. പരസ്പരം സഹായത്തോടു കൂടി ഓരോ വർക്കും ആ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. Cooperation when the activity necessitates it, the children voluntarily work in a group and cooperate when they needed to. നമ്മൾ ഒരു കുട്ടീനെ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ തമ്മിൽ നല്ല കോപ്പറേഷൻ ഉണ്ടാവും. ദിസ് ഈസ് ദ ഔട്ട്കം ഓഫ് ദ ഫ്രീ ലൈഫ് വിത്ത് ഫ്രീ ആക്ടിവിറ്റി. ഇത് എന്തിന്റെ ഭാഗമാണ്? ഫ്രീ ലൈഫ് അല്ലെങ്കിൽ ഫ്രീ ആക്ടിവിറ്റി. നമ്മൾ കൊടുക്കുന്ന ഫ്രീഡത്തിന്റെ ഫലമായിട്ടാണ് കുട്ടികൾ തമ്മിൽ ഒരു കോപ്പറേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. മിസ്സേ, ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്, ഫുൾ എടുത്തിട്ടുണ്ട്. ആണോ? കംപ്ലീറ്റ് ആണോ? ആ, കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അടയാളപ്പെടുത്തി എഴുതൊക്കെ ചെയ്തിട്ടുണ്ട്. ആണോ? ഓക്കെ, അപ്പൊ ഞാൻ എടുത്തിട്ടുണ്ടാവും. ഞാനത് ഐ തിങ്ക് സോ കംപ്ലീറ്റ് ആയില്ല എന്നുള്ള രീതിയിലൂടെ MT 10 എന്നും പറഞ്ഞ് എഴുതിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചത് എടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ. ബാക്കി എല്ലാവരും നോക്കിയോ? കംപ്ലീറ്റ് ആണോ? കംപ്ലീറ്റ് ആണ് മാം. സോറി എനിക്കും കൺഫ്യൂഷൻ ആയി പോയി, അതാണ് പറയുന്നത്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഏവിയേഷൻ ആ ടോപ്പിക് കുറച്ച് പേർക്ക് തന്നിട്ടുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, 1 മിനിറ്റ്. നമ്മളിപ്പോ നിങ്ങൾക്കറിയാം ഇനി ഒരു 1 മന്തും കൂടി, ഏകദേശം 1 മന്ത് ഇല്ല നമ്മുടെ എക്സാമിന്. സോ നമ്മളിപ്പോ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാണ്. പാർട്ട് 1 ആൻഡ് പാർട്ട് 2 കംപ്ലീറ്റ് ചെയ്തു. ടേം എക്സാം കഴിഞ്ഞു. പാർട്ട് 3 ഇനി ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട് എടുക്കാനായിട്ട് എന്നറിയോ? ഒരു മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് മാത്രമാണോ എടുക്കാനുള്ളത്, അല്ലെങ്കിൽ മോണ്ടിസോറി ടേംസും കൂടി ഉണ്ടോ? സോറി, ടേംസ് ഉണ്ട് മാം. ഓക്കെ, പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആൻഡ് മോണ്ടിസോറി ടേംസ് ജിഷാമിസിന്റെ ആണ്. മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട്? പിന്നെ സെക്കൻഡ് ചാപ്റ്റർ എടുത്തിട്ടില്ല, മോണ്ടിസോറി മെത്തേഡ്സ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ്സ്. അത് ഞാൻ എടുക്കാം കേട്ടോ. ഓക്കെ, പാർട്ട് ഇതിലേക്ക് വരുമ്പോ പാർട്ട് ഇന്ന് സെമിനാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് സെമിനാർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഏവിയേഷൻ. ഓക്കെ, 1 മിനിറ്റ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്നതാണ് ആ പോർഷൻ. അതാ മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ് ഒരു ചാപ്റ്റർ എടുക്കാനുണ്ട്. ഡെവലപ്മെന്റ് പ്രൊഫൈൽ എടുക്കാനുണ്ടോ? നമ്മളുടെ പാർട്ട് 4 ഡെവലപ്മെന്റ് പ്രൊഫൈല് ഉണ്ട്. ഓക്കെ, ഡെവലപ്മെന്റ് പ്രൊഫൈൽ ഞാനായിരിക്കും എടുക്കുന്നത്. അതേപോലെ തന്നെ ദ മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ് ഞാനായിരിക്കും എടുക്കുന്നത്. ഓക്കെ, then
അപ്പൊ നമുക്ക് സെമിനാറിൽ എടുക്കാം. ഡീവിയേഷൻ തന്നിരിക്കുന്ന ആരൊക്കെയായിരുന്നു? അത്യാവശ്യം നല്ല ടൈമിൽ കറക്റ്റ് ആയിട്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ സെമിനാർ എടുക്കാൻ നോക്കുക കേട്ടോ. ഞാൻ പേര് എഴുതി വെച്ചിട്ടുണ്ട്, അത് നോക്കിക്കൊണ്ടിരിക്കുക. ടൈപ്സ് ഓഫ് ഡീവിയേഷൻ ആണ് ഇത്. സുജിതയാണോ? സുജിതയാണ് ഫസ്റ്റ് അല്ലേ? ഡീവിയേഷൻ എടുത്തില്ല മിസ്സേ. എടുത്തോ? ടൈപ്സ് ഓഫ് ഡീവിയേഷൻ. ക്ലാസസ് ഓഫ് ഡേവിയേറ്റഡ് ചിൽഡ്രൻ ഒക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ. ആദിത്യ മുതൽ എടുക്കണം അല്ലെ? ആദിത്യ പിൻ ചെയ്യാണ്. 1 മിനിറ്റ്. ഓക്കെ, ഞാൻ പിൻ ചെയ്യട്ടെ തന്നെ. ഞാൻ ചാപ്റ്റർ എടുത്തിട്ടേക്കാം. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോട്ടെ ആദിത്യ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ഡീവിയേഷനെ കുറിച്ചാണ്. Deviation refers to a distortion or flaw in a child's development, often caused by obstacles or repression during the early years. This can affect their emotional, social, or psychological growth, shaping their personality and behavior in negative ways. Deviation എന്ന് പറയുന്നത് കുട്ടികളുടെ വളർച്ചയിലെ ഒരു പോരായ്മയാണ്. കുട്ടികളുടെ വളർച്ചയുടെ ആദ്യ ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളും അടിച്ചമർത്തലുകളും കാരണമാണ് ഇത് സംഭവിക്കുന്നത്. ഇത് അവരുടെ ഇമോഷണലി, സോഷ്യൽ സൈക്കോളജിക്കൽ ഗ്രോത്തിനെയൊക്കെ ബാധിക്കുകയും അവരുടെ പേഴ്സണാലിറ്റിയെയും ബിഹേവിയറിനെയും ഒക്കെ നെഗറ്റീവ് രീതിയിൽ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. Deviation occurs when a child has the desire to act or express themselves, but their movements or actions are restricted. കുട്ടികൾ സ്വയം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ അവരുടെ ആ ആക്ഷൻസും മൂവ്മെന്റ്സും ഒക്കെ റെസ്ട്രിക്ട് ചെയ്യുമ്പോഴാണ് ഡീവിയേഷൻസ് ഉണ്ടാകുന്നത്. ദിസ് ക്യാൻ ബി ഫ്രസ്ട്രേറ്റിംഗ് ഫോർ ദി ചൈൽഡ് ആൻഡ് മേ ഇമ്പാക്ട് ഇൻ ദെയർ ഡെവലപ്മെന്റ്. ഇത് കുട്ടികളെ ഫ്രസ്ട്രേറ്റ് ആക്കുകയും അവരുടെ വളർച്ചയെ ബാധിക്കുകയും ചെയ്യുന്നു. When a child's natural instincts or desires are suppressed, it can lead to deviations in their behavior, emotional well-being, or social interactions. കുട്ടികളുടെ സ്വാഭാവികമായ ആഗ്രഹങ്ങളെ നമ്മൾ സപ്രസ് ചെയ്യുന്നത് വഴി അത് അവരുടെ ബിഹേവിയറിലും ഇമോഷണൽ വെൽബീയിങ്ങിലും ഒക്കെ ഡീവിയേഷൻ ഉണ്ടാക്കുന്നു. Similarly, deviation can also occur when a child has a genuine interest in something, but their needs related to that interest are not met. ഇപ്പം ഒരു കുട്ടിക്ക് ജെന്യൂൻ ആയിട്ട് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹത്തിനനുസരിച്ച് ആ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് അവരുടെ ആവശ്യങ്ങൾ നടക്കാതെ വരുമ്പോഴും ഡീവിയേഷൻ ഉണ്ടാകാം. This mismatch between their interest and fulfillment can lead to feelings of disappointment, frustration, or disillusionment. അവരുടെ ആഗ്രഹങ്ങളും ഫുൾഫില്ലും തമ്മിലുള്ള ഒരു മിസ്മാച്ച് ആകുന്നത് അവരെ ഡിസപ്പോയിന്റ്മെന്റിലേക്കും ഫ്രസ്ട്രേഷനിലേക്കും കൊണ്ടുപോകുന്നു. When parents do not allow a child to develop their own personality, it can affect the child's growth. പേരൻസ് കുട്ടികളെ സ്വയം അവരുടെ വ്യക്തിത്വം വികസിപ്പിക്കാൻ സമ്മതിക്കാതിരിക്കുന്നത് കുട്ടികളുടെ ഗ്രോത്തിനെ ബാധിക്കാം. ഇതൊക്കെ കൊണ്ട് അവർക്കൊരു ലോസ്റ്റ് ആയ പോലെ ഫീലും ആത്മവിശ്വാസക്കുറവ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുട്ടിക്കാലത്തെ നിയന്ത്രണങ്ങൾ വഴി അവരുടെ യഥാർത്ഥ സ്വഭാവം മറഞ്ഞിരിക്കുകയോ അതിൽ മാറ്റം വരികയോ ചെയ്തേക്കാം. The child may grow up feeling like they are living someone else's life. വേറെ ആരുടെയോ ഒരു ജീവിതം ജീവിക്കുന്ന പോലെ അവർക്കൊരു ഫീലിംഗ് ഉണ്ടാകാം. Maria Montessori believed that children need a supportive and nurturing environment to develop normally. കുട്ടികൾക്ക് സാധാരണ രീതിയിൽ വളരാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നതും അവരെ കംഫോർട്ട് ആക്കുന്നതുമായ ഒരു അന്തരീക്ഷം ആവശ്യമാണെന്ന് മറിയ മോണ്ടിസോറി വിശ്വസിച്ചു. If its environment in taking lacking, it can lead to deviations in their personal and behavior. ഇങ്ങനത്തെ അന്തരീക്ഷത്തിന്റെ അഭാവം അത് അവരുടെ പേഴ്സണാലിറ്റിയെയും ബിഹേവിയറിലും ഡീവിയേഷൻസ് ഉണ്ടാക്കുന്നു. Maria Montessori saw deviations as a result of obstacles that prevent children from expressing their true nature.
കുട്ടികൾ അവരുടെ യഥാർത്ഥ സ്വഭാവം പ്രകടിപ്പിക്കുന്നതിൽ നിന്നും തടയുന്ന ഒബ്സ്റ്റക്കിൾസിന്റെ റിസൾട്ട് ആയിട്ടാണ് മറിയ മോണ്ടിസോറി ഡീവിയേഷൻസിനെ കണ്ടത്. She believed that children have an innate potential for growth and development, and that these deviations are not a reflection of their true selves. കുട്ടികൾക്ക് ഗ്രോത്തും ഡെവലപ്മെന്റിനും ഒക്കെ സഹജമായ ഒരു കഴിവുണ്ട്. ഈ ഡീവിയേഷൻസ് അവരുടെ യഥാർത്ഥ വ്യക്തിത്വത്തിന്റെ റിഫ്ലക്ഷൻ അല്ലെന്നും മറിയ മോണ്ടിസോറി വിശ്വസിച്ചിരുന്നു. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഗ്രോത്തും ലേണിംഗ്, സെൽഫ് ആക്ച്വലൈസേഷൻ എന്നിവയോട് ഒരു നാച്ചുറലായിട്ട് ഒരു ടെൻഡൻസിയോട് കൂടിയാണ് കുട്ടികൾ ജനിക്കുന്നത്. മറ്റൊരു രീതിയിൽ ജനിക്കുമ്പോൾ ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫാക്ടർ ഈ പ്രോസസ്സിനെ തടസ്സമുണ്ടാക്കുമ്പോഴാണ് ഡീവിയേഷൻസ് ഉണ്ടാകുന്നത്. ബൈ പ്രൊവൈഡിങ് എ ലവിങ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് we can help children develop into their full potential and express their true nature. സ്നേഹവും അവരെ എൻകറേജ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുന്നത് വഴി കുട്ടികൾക്ക് അവരുടെ യഥാർത്ഥ സ്വഭാവം പ്രകടിപ്പിക്കാനും അവരുടെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ എബിലിറ്റീസ് ഒക്കെ മാക്സിമം രീതിയിൽ അച്ചീവ് ചെയ്യാനും പറ്റും. മനസ്സിലായോ? യെസ്, മനസ്സിലായി. താങ്ക് യു. നന്നായിട്ട് കേട്ടോ. നെക്സ്റ്റ് സപ്ന അല്ലേ? സപ്ന. ഓക്കെ. ഞാനിങ്ങനെ സെമിനാർ പോലല്ല, ഞാൻ ജസ്റ്റ് ക്ലാസ് പോലെ പറയണേ. ഓക്കെ, അത് മതിയേടാ. മോന്റേതായ രീതിയിൽ എടുത്താൽ മതി. ഓക്കെ. Okay. Good afternoon, everyone. I am presenting topic here, classes of deviated children in Unit 5, page number 114. പിന്നെ classes of deviated children, അതായത് mental deviation are difficult to identify at peak when compared to physical deviations, like some atypical looks in the physical structure. അതായത് നമുക്ക് മെന്റൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഫിസിക്കലായിട്ട് ഉണ്ടാവുന്ന ഡീവിയേഷൻ്റെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ബട്ട് മെന്റൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. ഇറ്റ് ഈസ് പോസിബിൾ ടു കാറ്റഗറൈസ് 3 മെയിൻ ക്ലാസ്സസ് ഓഫ് ഡേവിയേറ്റഡ് ചിൽഡ്രൻ. അതുകൊണ്ട് തന്നെ ഈ ഡേവിയേറ്റഡ് ചിൽഡ്രനെ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, നോട്ടി ചിൽഡ്രൻ, വീക്ക് ചിൽഡ്രൻ, ബ്രൈറ്റ് ചിൽഡ്രൻ. അതായത് കുറച്ച് വികൃതികളായ കുട്ടികൾ, വീക്ക് ആയിട്ടുള്ള ചിൽഡ്രൻസ്, കുറച്ച് മിടുക്കരായ കുട്ടികൾ, അങ്ങനെ 3 ടൈപ്പായിട്ട് ഈ കുട്ടികളെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നോട്ടി ചിൽഡ്രൻ ആർ സ്ട്രോങ് ആൻഡ് ബിഹേവ് വിത്ത് വയലൻസ് ടു റോങ് ട്രീറ്റ്മെന്റ് ദേ ഹാവ് റിസീവ്ഡ്. ദിസ് ചിൽഡ്രൻ ഹാവ് ടെൻഡ്രംസ്, കിക്ക് ആൻഡ് ബൈറ്റ് ഡെഫി അഡൾട്ട്സ്. They are generally greedy, destructive, and cruel to other children and animals. Although active, these children are clumsy in their movement. അതായത് വികൃതികളായ കുട്ടികൾ ഓൾറെഡി സ്ട്രോങ് ആയിരിക്കും, പക്ഷെ അവർക്ക് കിട്ടിയിട്ടുള്ള റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ മൂലം അവർ വയലന്റ് ആണ്. മറ്റുള്ള ചിൽഡ്രൻസിനൊക്കെ കിക്ക് ചെയ്യുക, ചവിട്ടുക, അവരോട് ദേഷ്യപ്പെടുക, പിന്നെ ഇടിക്കുക, അങ്ങനെയുള്ള പ്രകൃതമാണ്. പിന്നെ മറ്റുള്ളവരെ വെല്ലുവിളിക്കുക, അതുപോലെ എനിമൽസിനെയും ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സുകളിനെയും ഒക്കെ അടിച്ചെങ്കിൽ അങ്ങനെ വികൃതി കുട്ടികളായിട്ടിരിക്കുക, എല്ലാവരോടും വയലന്റ് ആയിട്ട് പെരുമാറുക, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, അങ്ങനെയുള്ള കുട്ടികളായിരിക്കും ഇവര്. പിന്നെ ഇവരുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒക്കെ ഒരു പ്രത്യേക തരം, ഒരു വിചിത്രമായിട്ടായിരിക്കും ഇവരുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത്, ഈ നോട്ടി ചിൽഡ്രന്റെ. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് വീക്ക് ചിൽഡ്രൻ ആണ്. ദേ ആർ കൺസിഡേർഡ് ആസ് എ ഗുഡ് ചിൽഡ്രൻ. ഇവർ നമുക്ക് ഒറ്റനോട്ടത്തിൽ ഇവർ ഗുഡ് ആണ്, ബട്ട് ഹൗവർ ദേ ആർ ഡിവേറ്റഡ്. പക്ഷെ ഇവരും ഡേവിയേറ്റഡ് ആണ്. ദേ ആർ ലെസി, സ്റ്റിക്സ് ടു അഡൾട്ട്സ് ആൻഡ് അഫ്രൈഡ് ഓഫ് എവരിത്തിങ് ന്യൂ. ദേ മേ ഫോം ഹാബിറ്റ്സ് ഓഫ് പ്ലേയിങ് ആൻഡ് സ്റ്റീലിംഗ്. ദേ ആർ ഓഫൺ കൺസിഡേർഡ് ടു ബി സ്ലോ ലേണേഴ്സ്. ഇവരെന്ന് പറയുന്നത് എന്താ പറയാ, മറ്റുള്ളവരോട്, മുതിർന്നവരോട് ഇങ്ങനെ പറ്റിച്ചേർന്ന് നിൽക്കുക, അതുപോലെ പുതുതായിട്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പേടിയോടെ കൂടെ ബാക്കൊക്കെ പിന്മാറിക്കൊണ്ടിരിക്കുക, എന്ത് കാര്യം ചെയ്യുകയാണെച്ചെങ്കിലും ഒരു മടിയൻ ലുക്കായിരിക്കും.
പിന്നെ അതുപോലെ പഠിക്കാൻ, എഴുതാൻ, വായിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ബാക്കൊക്കെ നിൽക്കും. ഒന്നിനും ആക്റ്റീവായിട്ട് ഒരു മുന്നിട്ട് ഇറങ്ങില്ല. അങ്ങനെയുള്ളവരാണ് വീക്ക് ചിൽഡ്രൻ എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് വൺ പറയുന്നത് ബ്രൈറ്റ് ചിൽഡ്രൻ ആണ്. ദിസ് ചിൽഡ്രൻ ആർ വെരി ഇമാജിനേറ്റീവ് ആൻഡ് ഹാവ് എ വേർഡ് ഓഫ് ദെയർ ഓൺ. അവര് അവരുടേതായ ലോകത്ത് അവരുടേതായ ഇമാജിനേറ്റീവ് ആണ്. അവർ ഭാവനായിട്ട് ഭയങ്കര ക്രിയേറ്റിംഗ് ആയിട്ട് അവർ ഇരിക്കുന്നവരാണ് ഈ ബ്രൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. They have chosen neither to fight nor give into hostile conditions. They have turned their back to reality and are living in their own fantasies. They are restless. അവരുടെ ലോകത്ത് പിന്നെ ഫുൾ ഇൻവോൾവ് ആവുന്നതിനൊപ്പം തന്നെ അവരോട് എന്താ പറയാ, ഈ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെതിരെ ഫൈറ്റ് ചെയ്യാനൊന്നും എന്താ പറയാ അവര് റെഡി ആവില്ല. അങ്ങനല്ലേ? ദേ ചൂസ് നെതർ ടു ഫൈറ്റ് നോർ ഗിവ് ഇൻ ടു ഹോസ്റ്റൽ കണ്ടീഷൻസ്. ഞാൻ ജസ്റ്റ് സത്യം പറയുകയാണെന്നുവെച്ചെങ്കിൽ ഇത് പ്രിപ്പയർ ചെയ്തിട്ടില്ല, ജസ്റ്റ് വായിച്ചിട്ട് പറയുന്നേ ഉള്ളൂ. പിന്നെ അവർക്കിങ്ങനെ ആരോട് ഫൈറ്റ് ചെയ്യില്ല, ഫൈറ്റ് ചെയ്യാനോ കണ്ടീഷനൊന്നും ഉണ്ടാക്കില്ല. കണ്ടീഷനൊന്നും വരുന്നുണ്ടെങ്കിൽ അവരതിനോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കില്ല. പിന്നെ അവരവരുടെ ഫാന്റസീസിൽ മുഴുകിയിട്ട് അതിൽ റിലേറ്റ് ആയിട്ട് നിന്നു എപ്പോഴും റെസ്റ്റ്ലെസ് ഇല്ലാണ്ട് ജീവിക്കുന്ന കുട്ടികളാണ്, പെരുമാറുന്ന കുട്ടികളാണ്. ഓക്കെ, താങ്ക് യു. ഇതിൽ ഡൗട്ട് ഉണ്ടോ നോട്ടി, വീക്ക്, ബ്രൈറ്റ് ചിൽഡ്രൻസിനെ കുറിച്ചിട്ട്? ക്ലിയർ ആണോ? അതിൽ 3 കാറ്റഗറി ഓഫ് ചിൽഡ്രൻസ്. നോട്ടി ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, മറ്റുള്ളവർ ഉപദ്രവിക്കുകയും മുതിർന്നവർ പറയുന്നൊന്നും കേൾക്കില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആണ് അവർക്ക്. അവരെന്താ ചെയ്യുന്നത്, നെക്സ്റ്റ് മൂവ്മെന്റ്സ് എന്താണെന്ന് പോലും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. വീക്ക് ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര മടിയന്മാരാണ്, ലേസിയാണ്, പക്ഷെ കാണുമ്പോൾ നല്ല കുട്ടികളാണെന്നൊക്കെ തോന്നും. പക്ഷെ അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലേസി ആയിരിക്കും, സ്ലോ ലേണേഴ്സ് ആയിരിക്കും. ബ്രൈറ്റ് ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അവർ കറക്റ്റ് ആയിട്ട് ചെയ്യും, നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവർ കൂടുതൽ സമയവും ഇമാജിനേറ്റീവ് വേൾഡിലായിരിക്കും ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. അതേപോലെ തന്നെ ശത്രുത ഉളവാക്കുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ അവർ തർക്കങ്ങളിലേക്കോ അങ്ങനെ ഒരു പ്രശ്നങ്ങളിലേക്കോ പോകാനായിട്ട് താല്പര്യം കാണിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ഈ ബ്രൈറ്റ് ചിൽഡ്രൻസിനുള്ളത്. അവർക്ക് റിയാലിറ്റിനേക്കാളും കൂടുതൽ അവർക്ക് ഇഷ്ടം അവരുടെ ഇമാജിനേറ്റീവ് ഫാന്റസി വേൾഡിൽ ടൈം സ്പെൻഡ് ചെയ്യാനാണ്. ദേ ആർ റെസ്റ്റ്ലെസ് ആണ്, അവർ കൂടുതൽ ടൈമും ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ. ടൈപ്സ് ഓഫ് ഡീവിയേഷൻസ് സുജിതാട്ടോ നന്നായിട്ട് എടുത്തോട്ടാ. ഓക്കെ മാം, താങ്ക് യു. അല്ല പ്രിപ്പയർ ചെയ്യാണ്ട് വായിച്ചെടുക്കാന്ന് വെച്ചാലും നല്ല ടാസ്ക് ആണ്, കാരണം ആ കാര്യം മനസ്സിലായാൽ മാത്രല്ലേ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. കുറച്ച് സ്പീഡ് കൂടി പോയി. കുഴപ്പമില്ല, നന്നായിരുന്നു കേട്ടാ. സുജിതാട്ടോ സ്റ്റാർട്ട് ചെയ്തോ. താങ്ക് യു മിസ്. അപ്പൊ നമ്മളിപ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന ടോപ്പിക് ടൈപ്സ് ഓഫ് ഡീവിയേഷൻ ആണ്. ഇതിന് തൊട്ട് മുമ്പ് നമുക്ക് 2 പേര് ഡീവിയേഷൻ എന്താണെന്നും ക്ലാസസ് ഓഫ് ഡീവിയേറ്റഡ് ചിൽഡ്രൻ എന്താണെന്നും വ്യക്തമായിട്ട് തന്നെ ഒരുപാട് വലിച്ചു നീട്ടാതെ നമുക്ക് അത് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ കൂടുതലായിട്ട് ഇപ്പം ഈ ടൈപ്സ് ഓഫ് ഡീവിയേഷനിൽ ഒരുപാട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് അവർ പറഞ്ഞതിനേക്കാൾ കൂടുതലൊന്നും എനിക്കിപ്പോ ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ടിൽ ഇല്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഡീവിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതില് ഇപ്പൊ നമ്മള് കുട്ടികളെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അപ്പൊ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ മുതിർന്നവർക്കും ഏത് ഏജ് ഗ്രൂപ്പിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ കുട്ടികളിൽ അത് എത്രത്തോളം അവരെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതായത് നമ്മൾ പഠിക്കുന്ന മുഴുവൻ മോണ്ടിസോറി ബേസ്ഡ് അവരുടെ കാഴ്ചപ്പാടിലൂടെയുള്ള ഒരു കുട്ടിയുടെ മാറ്റങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളെല്ലാവരും പാരന്റ്സ് ആണ്, അത് എത്രത്തോളം 100% സത്യമാണെന്നുള്ളത് നമ്മൾ കുട്ടികളെ, അതായത് ഇപ്പം ഓരോ പാരന്റിനും ഓരോ തരം കുട്ടികളായിരിക്കും. ഇതിൽ പറയുന്ന ഈ ഡീവിയേഷൻസ് എന്ന് പറയുന്നത് വീക്ക്, നോട്ടി, ബ്രൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മക്കളെല്ലാം ഈ 3 കാര്യങ്ങളുണ്ടെങ്കിലും 10 പാരന്റ്സിന്റെ മക്കളും 10 തരത്തിലുള്ള ഈ ഡീവിയേഷൻസ് ആയിരിക്കും കാണിക്കുന്നത്. അപ്പൊ നമുക്കത് മാക്സിമം നമുക്കത് മനസ്സിലാകാവുന്ന പറ്റുന്നതേ ഉള്ളൂ. ഇതില് മോണ്ടിസോറി പറയുന്നത്, മോണ്ടിസോറി ഒബ്സർവ്ഡ് വെൻ ചിൽഡ്രൻസ് ആർ നോട്ട് ഇൻ എ സ്യൂട്ടബിൾ എൻവയോൺമെന്റ് ഓർ not given the right support, they show various deviations. ഇപ്പം നമ്മളിത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുട്ടികൾക്ക് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലല്ല, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു കാര്യമാണ് അവർക്ക് ചുറ്റും നടക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ അവര് വളരെ ശാന്തമായി ഇരിക്കുന്ന കുട്ടികൾ പോലും പെട്ടെന്ന് അവരുടെ സ്വഭാവത്തിൽ ചേഞ്ച് വരുത്തി അതിനെ റിയാക്ട് ചെയ്യും. അപ്പൊ റിയാക്ട് ചെയ്യുന്ന ഇതിലാണ് കുട്ടികളുടെ ഈ ഡീവിയേഷൻ ആ ടൈപ്സ് പറയുന്നത്.
നോട്ടി ആണോ അല്ലെങ്കിൽ വീക്ക് ആണോ ബ്രൈറ്റ് ആണോ എന്നുള്ളത്. ചില കുട്ടികൾ അവരുടെ ചുറ്റുപാടിൽ നടക്കുന്ന ഇപ്പൊ ക്ലാസ് റൂമിൽ തന്നെ നടക്കുന്ന ഒരു കാര്യത്തിന് അവര് അതായത് നോട്ടി ആയിട്ടുള്ള ഒരു കുട്ടി വളരെ അത് അതായത് നോട്ടി എന്ന് പറയുമ്പോൾ ആ കുട്ടികൾ ചിലപ്പോൾ ഫണ്ണായിട്ട് അതിനെ എടുക്കും, ചിലത് വികൃതിപരമായിട്ട്. കാരണം മറ്റുള്ളവർക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വികൃതിയായിട്ടുള്ള കുട്ടികളുണ്ടാവും, അവർ ആ രീതിയിലായിരിക്കും അതിനെ അപ്രോച്ച് ചെയ്യുക. അപ്പൊ ചിലർക്ക് അത് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. ചിലപ്പോൾ ദേഷ്യം വന്ന് നമ്മൾ അതിനെ, പാരന്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിലും ചിലപ്പോൾ അതിനെ റിയാക്ട് ചെയ്യും. ക്ഷമയുള്ളവർ അത് കണ്ടു നിന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവരത് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ചില ആളുകൾ നിൽക്കും. പിന്നെ വീക്കായ കുട്ടികൾ ചിലപ്പം അത് അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല, അത്രത്തോളം മടി പിടിക്കുന്ന മക്കളും ആ ഒരു രീതിയിൽ ഉണ്ട്. പിന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികൾ അവർക്ക് അവര് കുറച്ചുകൂടെ ചിന്തിച്ച്, കാരണം അത് പ്രായത്തിന് ഉപരിയായിട്ട് പ്രായത്തിന് മേൽ പക്വത കാണിക്കുന്ന കുട്ടികൾ ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ അറിയും. ചിലപ്പോൾ അവർ വിചാരിക്കുന്ന ഹാൻഡിൽ ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ അവരത് ഐ ഡോണ്ട് കെയർ എന്നുള്ളതിലും ചിലരെ നെവർ മൈൻഡ് ആക്കി വിടും. അങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികളും ഇന്നത്തെ കാലത്ത് ഉണ്ട്. അപ്പൊ മോണ്ടിസോറിയുടെ ഒബ്സർവേഷനിൽ പറയുന്ന രീതികളെല്ലാം 100% കറക്റ്റ് ആണെന്നുള്ളതാണ് അവർ പറയുന്നത്. പിന്നെ അവർ പറയുന്നത് നമ്മള് കുട്ടികൾക്ക് അവരുടെ ഈ ഡീവിയേഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് പറയുന്നത് അവർക്ക്, അതായത് അവർക്ക് സപ്പോർട്ട് ചെയ്യാത്ത വാക്കുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ അവരെ ഒരു ഓവർ കൺട്രോൾ നമ്മൾ ചെയ്യുമ്പം, അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കാതെ വരുമ്പോഴൊക്കെ ഇവരുടെ ഈ സ്വഭാവത്തില് മാറ്റങ്ങൾ വരും എന്ന് പറയുന്നു. അപ്പം കുട്ടികളിൽ നമ്മൾ പാരന്റ്സ് തന്നെ ഈ ഒരു സ്വഭാവ രൂപീകരണത്തിന് കാരണമാകുന്നുണ്ടെന്ന് മോണ്ടിസോറി കണ്ടിട്ടുണ്ട്. പിന്നെ ഈ കുട്ടികള് നമ്മൾക്കിപ്പോ ഇവര് നമ്മുടെ സ്വഭാവം അവർക്ക് ഒരു ഉൾവലിയുന്ന സ്വഭാവമാവും ചില കുട്ടികൾക്ക്, അതായത് നമ്മൾ ഉള്ളോട്ട്. ഇതൊക്കെ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ആകെ ഒരു പാരഗ്രാഫേ ഉള്ളൂ എങ്കിലും ഈ പാരഗ്രാഫിൽ ഇതിനെ കുറിച്ചൊക്കെ ഓരോ പോയിന്റ് ഔട്ടായിട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ പറയുന്നത് കുട്ടികള് when the environment is not suitable or the child's needs are not met, deviation appear. These deviations can be seen in different forms such as naughty, restless, mischievous or disobedient. naughty എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൽ കൂടെയൊക്കെ കുട്ടികൾ പോകുന്നുണ്ട്. അപ്പൊ കുട്ടികൾ നമ്മൾക്ക് അവരത് ആ ഒരു എൻവയോൺമെന്റ് കുട്ടികൾക്ക് അത് ആപ്റ്റ് ആയിട്ടില്ല, അവർക്കത് കറക്റ്റ് അല്ല എന്ന് തോന്നി അവരവിടെ ആ സ്പോട്ടിൽ അവരുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ, അത് എത്ര പെട്ടെന്ന് അവർക്ക് മാറ്റം വരുന്നുണ്ടോ അത്രയും പെട്ടെന്ന് തന്നെ അവരവരുടെ സ്വഭാവത്തിൽ അവരത് കാണിക്കും. പിന്നെ മോണ്ടിസോറി ഒരു വ്യൂവിൽ കാണുന്നത് these deviations disappear when children work freely with practical materials in a peaceful and orderly settings. Through meaningful work, children gain control over their bodies and emotions. They become calm, obedient and responsible, showing their real nature. കുട്ടികള് ശാന്തവും ചിട്ടയുമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ, അതായത് നമ്മൾ മോണ്ടിസോറി മെറ്റീരിയൽസ് സ്കൂൾ ബേസ്ഡ് ആണെങ്കിൽ മോണ്ടിസോറി മെറ്റീരിയൽസിൽ അവര് വളരെ കൂളായിട്ട് കാമായിട്ട് അവർ ആ ഒരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, കാരണം ടീച്ചേഴ്സ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ അവരിലുള്ള ഈ ഡീവിയേഷൻസ് മാക്സിമം അവർക്കത് പ്രത്യക്ഷത്തിൽ വരാതെ ഇരിക്കും. അപ്പൊ കുട്ടികൾക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വർക്ക്, അതായത് അവർക്ക് അവരുടെ ക്യാപ്പബിലിറ്റിക്ക് അനുസരിച്ച് നമ്മളൊരു വർക്ക് കൊടുക്കുമ്പോൾ അവരത് എത്രത്തോളം നന്നായി ചെയ്യുന്നോ, അതിൽ എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്യുന്നോ, അത് അവരുടെ ശരീരത്തിലും അവരുടെ ഇമോഷൻസിലും ഒരു എന്താ പറയുക ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയും. അപ്പൊ ഇവർ മാക്സിമം അവർ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ ഈ ഡീവിയേഷൻ കുറച്ചുകൂടെ കുറഞ്ഞു വരും. കാരണം ഇവർക്ക് പെട്ടെന്നുള്ള ദേഷ്യം പിടിക്കാനോ അല്ലെങ്കിൽ ഇവർ അതിലേക്ക് മടി പിടിച്ചിരിക്കുന്നതിനോ ഉള്ളതിനായിട്ടുള്ള ഒരു കാര്യം നടക്കാതെ വരും. പിന്നെ പറയുന്നത് അതിൽ തന്നെ പറയുന്നത് ഡീവിയേഷൻസ് ആർ നോട്ട് ഫിക്സഡ് ക്യാരക്ടർ ഡിഫെക്ട്സ്, ദേ ആർ സിഗ്നൽസ് ഓഫ് അൺമെറ്റ് ഡെവലപ്മെന്റൽ നീഡ്സ് ഓർ പുവർലി മാച്ച്ഡ് എൻവയോൺമെന്റൽ എന്ന് പറയുന്നത് കുട്ടികൾക്ക് അവരുടെ കാര്യങ്ങൾ പറയുമ്പം എത്രത്തോളം നല്ല ചുറ്റുപാട് അവർക്ക് നമ്മൾ സപ്പോർട്ടീവ് ആയിട്ടുള്ള ചുറ്റുപാട് കൊടുക്കുന്നു, അവരുടെ ക്യാരക്ടർ അത്രത്തോളം നല്ല ക്യാരക്ടറായിട്ട് അവരുടെ മൈൻഡ് കാമായി ഇരിക്കാനും അവർക്ക് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാനും അത്രത്തോളം കഴിയും. കുട്ടികൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാനും കഴിയും. കുട്ടികൾക്ക് നമ്മൾ മാക്സിമം അവരുടെ ലൈഫിൽ നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും കാര്യം അവർക്ക് സപ്പോർട്ടായിട്ട് ജീവിക്കാനുള്ളത്. അതായത് ഈ ഡീവിയേഷൻസ് ഒക്കെ എത്ര നമ്മൾ സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നത് കാര്യങ്ങളാണെങ്കിൽ പോലും അവരുടെ ലൈഫിലേക്കും ചെറിയ കാര്യങ്ങൾ പോലും അവരുടെ ലൈഫിലെ ആ ഒരു ഡീവിയേഷൻസ് കൊണ്ടുവരും. ചില കുട്ടികൾ ഡീപ്പായിട്ട് ഡിപ്രഷനിലേക്ക് പോകും. ചിലപ്പോൾ ആ കുട്ടികളെ നമ്മൾ വളരെ സമയം എടുത്തിട്ടായിരിക്കും നമ്മൾ ആ കുട്ടികളെ അതിൽ നിന്നും ഉയർത്തി കൊണ്ടുവരാം. കാരണം ഒരു നോർമൽ ലൈഫിലേക്ക് ആ കുട്ടികളെ കൊണ്ടുവരാം. അപ്പൊ ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ
ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ടീച്ചേഴ്സിന് ഈ ഒരു ഭാഗം ഈ ഒരു പാർട്ടിൽ ഏറ്റവും കൂടുതൽ അവർക്കാണ് അതിന്റെ പങ്കുള്ളത്. കാരണം ടീച്ചേഴ്സ് ആണ് കുട്ടികളോട് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത്. അപ്പൊ കുട്ടികളുടെ മാറ്റങ്ങളും അവരിൽ വരുന്ന ചെറിയ ചെറിയ ഇമോഷണലി ഉള്ള ചേഞ്ചസും ടീച്ചേഴ്സിന് മനസ്സിലാവും. അവരത് മാക്സിമം പാരന്റ്സിനോട് ഷെയർ ചെയ്ത് ആ ഒരു മാറ്റത്തെ കുട്ടികൾക്ക് കുറച്ചുകൂടി സപ്പോർട്ടീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു. നന്നായിട്ട് പറഞ്ഞു കേട്ടോ സുജിത, നന്നായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. Then next Ashmi. Ashmi. Okay. Good afternoon, Abarna ma'am, and all my dear friends. I'm Ashmi Jason. I'm here to take a seminar on topic psychic flu and psychic barriers. Without wasting time, let's move into the topic. നമ്മൾ ഓൾറെഡി ഡീവിയേഷൻ എന്താന്നൊക്കെ എല്ലാവരും ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ അതിലെ ടൈപ്സ് ഓഫ് ഡീവിയേഷനിൽ വരുന്ന ഫസ്റ്റ് പോയിന്റ് ആണ് സൈക്കിക് ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് പറയാം. സൈക്കിക് ഫ്യൂ ഡീവിയേഷൻ ഈസ് എ ടേം ദാറ്റ് റെഫേഴ്സ് ടു a psychological condition where a person experiences a sudden unexpected loss of personal identity and memory. അതായത് ഒരു സൈക്കിക് ഫ്യൂ എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ആയിട്ടൊരു കണ്ടീഷൻ ആണ്. അതായത് ഒരു പേഴ്സണൽ, ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു കുട്ടിയോ പെട്ടെന്ന് അവരുടെ പേഴ്സണൽ ഐഡന്റിറ്റി അല്ലെങ്കിൽ മെമ്മറി ഒക്കെ ഒരു വേറൊരു തരത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനെയാണ് സൈക്കിക് ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇപ്പൊ ഒരു കുട്ടിയുടെ കേസിൽ എടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് റിയൽ എൻവയോൺമെന്റിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും റിജക്ഷൻസ്, ആ കുട്ടിക്ക് കിട്ടേണ്ട റിയൽ എൻവയോൺമെന്റിൽ നിന്ന് കിട്ടേണ്ട ലവ്, കെയർ, അഫെക്ഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആ കുട്ടിക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ കുട്ടിക്ക് പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണില്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു റിജക്ഷൻ പോലെ വരികയാണ്, റിയൽ എൻവയോൺമെന്റ് റിജക്ഷൻ വരാണ്. അപ്പൊ ആ കുട്ടി തന്റേതായ ഒരു ഇമാജിനറി വേൾഡ് അല്ലെങ്കിൽ ഒരു ഫാന്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പോ നമ്മളെ ചിലപ്പോൾ കളിച്ചിട്ടുണ്ട്, നമ്മൾ പക്ഷെ വെറുതെ കളിക്കുന്നതായിരിക്കും. പക്ഷെ ചില കുട്ടികൾ ഒരു പാവക്കുട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോയോ ഒക്കെ എടുത്തിട്ട് ആ കുട്ടി ഒരു പേരൊക്കെ ഇട്ട് ആ കുട്ടിയുടേതായ രീതിയിൽ ഒരു ഫ്രണ്ട് ആക്കി അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ആ കുട്ടിയോട് സംസാരിക്കുക, കളിക്കുക, അങ്ങനെ ആളുടേതായ ഒരു ഇമാജിനറി വേൾഡ് അവിടെ ക്രിയേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ഫാന്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനെയാണ് സൈക്കിക് ഫ്യൂഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇപ്പൊ ഇത് മെയിനായിട്ട് ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് മെയിനായിട്ട് എളുപ്പം. ഇപ്പൊ ഞാനൊരു സിനിമ, തമിഴോ ഏത് സിനിമയാണെന്ന് അറിയില്ല, ഒരു അടുത്തൊരു സിനിമ കണ്ടപ്പോ ഒരു കുട്ടി കിടക്കാണ് അല്ലെങ്കിൽ ടേബിളിലേക്ക് ഇരിക്കുമ്പോ ഒരു കിളി ജനലിലേക്കൂടെ വരാണ്. തമിഴ് മൂവി ഡബ് ചെയ്താന്ന് തോന്നുന്നു, ഏതാന്ന് എനിക്ക് അറിയില്ല, ഫുള്ള് ഞാൻ കണ്ടിട്ടില്ല, പേരും അറിയില്ല. അപ്പൊ ആ കുട്ടി ഇരിക്കുമ്പോ ജനലയുടെ ഉള്ളിക്കൂടെ ഒരു കിളി വരാണ്. അപ്പൊ ആ കിളി വരുമ്പോ ആ കിളിയുടെ സൗണ്ട് കേട്ടിട്ട് ഈ കുട്ടിക്ക് പിന്നാലെ പോകണം. പക്ഷെ ഈ കുട്ടിക്ക് മാത്രമേ കിളി കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ആ കുട്ടി ആ കിളിയുടെ സൗണ്ട്, ആ കിളി ഉണ്ടാക്കുന്ന ആ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നോക്കി പോയി പുറത്തേക്ക് പോയിട്ട് വീടിന്റെ പുറത്ത് പോയിട്ട് ആ കുട്ടി നിൽക്കുകയാണ്. അപ്പൊ ആ കുട്ടിക്ക് അവിടെ ഒരു ഹെവൻ പോലെ, വേറൊരു വേൾഡ് പോലെ ആ കുട്ടിക്ക് സ്വയം തോന്നിക്കാണ്, ഒരു ഇമാജിനറി വേൾഡ് ക്രിയേറ്റ് ചെയ്യാണ്. പക്ഷെ ഇത് ആ കുട്ടിയുടെ പാരന്റ്സ് ഒന്നും അറിയുന്നില്ല. പക്ഷെ ആ കുട്ടി ആ കിളിയുടെ സൗണ്ട് കേട്ടിട്ട് പിന്നാലെ പോവാണ്. അപ്പോ ചില സമയത്ത് നമുക്ക് പറയാം, നമ്മുടെ ഈ ബിസി വേൾഡില് പാരന്റ്സ് രണ്ടുപേരും വർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ചിലപ്പോൾ ആ കുട്ടിക്ക് കിട്ടേണ്ട ഒരു കെയർ, അഫെക്ഷൻ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യണ്ടാവില്ല. അപ്പോ ആളുടെ രീതിയിൽ ആൾക്ക് എവിടെ നിന്നാണ് ആ ഒരു ഇമാജിനേഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ആ ഒരു ഫ്രണ്ടിനെ പോലെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ കുട്ടി അതിന്റെ പിന്നാലെ പോവാണ്. ആളുടേതായ ഒരു ഇമാജിനറി വേൾഡ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനെയാണ് ഈ സൈക്കിക് ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സൈക്കിക് ഫ്യൂ കംസ് ഫ്രം ദ ഇറ്റാലിയൻ word for runway, a flight of mind. When the child's mind sees hindrance, the child will take a refuge in a fantasy world, a world that he finds more preferable than real environment. അതായത് ജസ്റ്റ് നമ്മൾ ഓടി അകലാന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഒരു നൂല് പൊട്ടിയ പട്ടം പോലെയൊക്കെയാണ് മനസ്സ്. അതായത് ആ കുട്ടിക്ക് റിയൽ എൻവയോൺമെന്റിൽ നിന്ന് ഒരു കെയറോ അതൊന്നും പാരന്റ്സിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ആ കുട്ടിയെ ഇടപെടുന്ന സ്ഥലത്തുനിന്ന് കിട്ടിയില്ലെങ്കിൽ ആളുടേതായ രീതിയിൽ പോവാണ്, ഒരു ഫാന്റസി വേൾഡിലേക്ക് അല്ലെങ്കിൽ ഒരു ഇമാജിനറി വേൾഡിലേക്ക് പോവാണ്. അവിടെ ആ കുട്ടിക്ക് റിയൽ എൻവയോൺമെന്റിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു പ്രിഫറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആ കുട്ടി എക്സ്പീരിയൻസ് ചെയ്യാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനെയാണ് സൈക്കിക് ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എന്റെ ഒരു ഫ്രണ്ട് പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോ അവന്റെ ഒരു കസിനാണ്, ചെറിയ ഭാവി 3 വയസ്സ് ഒന്നുകൊണ്ടൊക്കെ ആയിട്ട് സമയത്ത് ഒരു ആൺകുട്ടിയാണ്. അപ്പൊ ആളുടെ പാരന്റ്സ് വർക്കിംഗ് ആണ്, ഫാദർ ബിസിനസ് സംതിങ് ആണ്,
മദർ അതുപോലെ ടീച്ചറാണ്. അപ്പൊ രണ്ടുപേരും ജോലിക്ക് പോകും, വേറെ ഗ്രാൻഡ് പാരന്റ്സും കാര്യങ്ങളൊന്നും ഇല്ല, സിബ്ലിങ്സും ഉള്ളത് സ്കൂളിൽ പോകും. അപ്പൊ ഈ കുട്ടി 3-4 വയസ്സെന്നാണ് ആയിട്ടുള്ളൂ. അപ്പോ രാവിലെ അമ്മ പോയി കഴിഞ്ഞാല് വൈകിട്ട് ഒരു 5-6 മണിയാവും വരുമോ. അപ്പൻ ബിസിനസ് ആയതുകൊണ്ട് രാത്രി എപ്പോഴായിരിക്കും വരാം. അപ്പൊ ഈ കുട്ടീനെ വീട്ടിലാക്കിയിട്ടാണ് ഇവര് പോകുന്നത്. അപ്പൊ വീട്ടില് ഈ കുട്ടീനെ നോക്കാനായിട്ട് ഒരു വേലക്കാരിനെ നിർത്തിയ, ഒരു ഹൗസ് മെയ്ഡിനെ നിർത്തിയേക്കാണ്. അപ്പോ എന്റെ ഫ്രണ്ട് പറയാറുണ്ട്, നമുക്കിപ്പോ സാറ്റർഡേസ് അല്ല ഹോളിഡേസ് കിട്ടുമ്പോ ഈ കുട്ടിയുടെ അടുത്തേക്ക് പോകുമ്പോ, ഇവനെ കാണാനായിട്ട് പോകുമ്പോ ബൈക്കിന്റെ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഡോറൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും, പക്ഷെ ഫ്രണ്ടിലത്തെ റൂമിൽ നിന്ന് ജനലേമ കർട്ടൻ നീക്കിയിട്ട് ആ ജനലേമ കയറി നിന്നിട്ട് അപ്പുചേട്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കും പറയും. കാരണം ആ കുട്ടി അതിന്റെ ഉള്ളിൽ കിടന്നിട്ട് എന്താ പറയാ, വേറെ ആരും ഇല്ല സംസാരിക്കാൻ. വേലക്കാരെ നോക്കും, പണികൾ കാര്യങ്ങൾ ചെയ്യും, ഇടയ്ക്ക് എങ്ങനെയൊക്കെ വന്ന് നോക്കും, അല്ലാണ്ടും ഫുൾ ടൈം ആ കുട്ടിയുടെ കൂടെ കളിക്കാനോ പിടിക്കാനോ ഉണ്ടാവില്ല. അപ്പൊ ആ കുട്ടിക്ക് വേറൊരാളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പൊ കുട്ടി വേഗം ഓടി വന്നിട്ട് ജനലേമ കയറി നിൽക്കുന്നു പറയും. അപ്പൊ അവൻ പറയാറുണ്ട്, ഞാൻ പാവം തോന്നും ആ കുട്ടീനെ കണ്ടു കഴിഞ്ഞാല്. എന്റെ ആന്റി ആണെങ്കിലും എനിക്ക് ആന്റിയോട് ഭയങ്കര ദേഷ്യമാണ് ഇങ്ങനെ ഇവൻ ഒറ്റയ്ക്കാക്കിയിട്ട് ഇങ്ങനെ പോണേന്, ഞാൻ ഇതിന് സപ്പോർട്ട് ചെയ്യില്ല എന്നൊക്കെ ആ സമയത്ത് പറയായിരുന്നു. അപ്പൊ ഇതുപോലെ ചില ചൈൽഡ് പേഴ്സണൽ ആയിട്ട് കിട്ടേണ്ട കെയർ, ലവ്, അഫെക്ഷൻ ഒക്കെ കിട്ടാണ്ടാവുമ്പോ ചിലപ്പോ ഇത് വേറെ ഏതെങ്കിലും ഒരു ടോയോ അല്ലെങ്കിൽ പാവയോ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആളുടേതായ ഒരു ഇമാജിനറി വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ആൾക്ക് റിയൽ എൻവയോൺമെന്റിൽ നിന്ന് കിട്ടാത്ത ആ ഒരു പ്രിഫറബിൾ ആയിട്ട് കണ്ടീഷൻ അതിൽ നിന്ന് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നോക്കും. അങ്ങനത്തെ ഒരു കണ്ടീഷനൊക്കെയാണ് സൈക്കിക് ഫ്യൂഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയുന്നത്, നമ്മളെല്ലാരും കണ്ടിട്ടുണ്ടാവും ഫിലിപ്സ് ആൻഡ് മങ്കിപ്പൻ എന്ന് പറഞ്ഞ സിനിമ. അതില് ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന് മാത്സിന് ഭയങ്കര പാടാണ്. അപ്പൊ അവന് ആ റിയൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ മാത്സ് ടീച്ചറിനെ ആലോചിക്കുമ്പോൾ ഒരു പേടി സ്വപ്നം പോലെയാണ്. മാത്സ് തന്നെ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ അത് അവന്റെ പാരന്റ്സിനോട് പോലും തുറന്നു പറയാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ അവൻ ആ ഒരു മങ്കിപ്പൻ ആണ് ആ ഒരു ഹോംവർക്ക് അവന് ചെയ്ത് തന്നത് എന്ന് വിശ്വസിച്ച് അങ്ങനെ ഒരു ഇമാജിനേഷനിൽ അവൻ നടക്കാണ്. എനിക്ക് ഇപ്പൊ ഹോംവർക്ക് ചെയ്തു തരാനായിട്ട് എന്റെ വേറെ ഫ്രണ്ട്സും ഫാമിലി അല്ല, പക്ഷെ എനിക്കൊരു മങ്കിപ്പനാണ് എന്റെ അത് മൊത്തം ഹോംവർക്ക് ചെയ്തതെന്ന് അവനൊരു സ്റ്റാറായി മാറുന്നതൊക്കെ അവൻ ഒരു ഇമാജിനേഷൻ ആണ്. പിന്നീട് അവൻ റിയലൈസ് ചെയ്യുന്നുണ്ട് അങ്ങനെയല്ലാന്ന്. പക്ഷെ എന്നാലും ഒരു കുറച്ച് നാളത്തേക്ക് അവൻ ഇമാജിനേഷൻ ചെയ്യാണ് ആ മങ്കിപ്പനാണ് എനിക്ക് ചെയ്തു തന്നത് എന്ന്. അപ്പൊ ഇങ്ങനെ ഓരോ കുട്ടികള് അവരുടേതായ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഡീവിയേഷനായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോ ആ കുട്ടിക്ക് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല ആ ഒരു വ്യത്യാസം, ഫാന്റസിയും റിയാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പറഞ്ഞു തരാൻ പറ്റിയില്ലെങ്കിൽ, ആ ഒരു ഡിഫറൻസ് ആ കുട്ടിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അതിന് നമുക്ക് ഒരു ഡീവിയേഷനായിട്ട് പറയാം. ആ കുട്ടി അതൊരു ഇമാജിനേഷൻ ആണ്, അങ്ങനെ ഒരു ആളില്ല, അല്ലെങ്കിൽ ഇപ്പൊ ആ ഒരു പാവക്കുട്ടിയോ അല്ലെങ്കിൽ ടോയോ ആയിട്ടൊക്കെ സംസാരിക്കുന്നത് ജസ്റ്റ് ഒരു ഇമാജിനേഷൻ ആണ്, അല്ലെങ്കിൽ അത് ആ കുട്ടി സ്വയം റിയൽ ആയിട്ട് എടുക്കുകയാണ്. അത് വ്യത്യാസം നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു ഡീവിയേഷനാണ്. അപ്പോ ഇതിന് നമുക്ക് മെയിൻ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് ഇതിന് തടയാനായിട്ട് പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിൽ കൂടുതൽ വർക്ക്സ് കൊടുക്കുക അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് കൊടുക്കുക, ആ കുട്ടിയുടെ മനസ്സ് എൻഗേജ്ഡ് ആവുന്ന രീതിയിൽ ഓരോരോ വർക്ക്. ഇപ്പൊ നമ്മൾ മോണ്ടിസോറി ആണെങ്കിൽ മോണ്ടിസോറിയിൽ പല ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്, കോൺസെൻട്രേഷൻ കൂട്ടുന്നതും ഫൈൻ മോട്ടോർ സ്കിൽസും ഒക്കെ ഇമ്പ്രൂവ് ആക്കുന്ന പല ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പൊ ആ മെറ്റീരിയൽസ് ഒക്കെ കുട്ടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനെ ആ കുട്ടീനെ എൻഗേജ്ഡ് ആയിട്ട് നിർത്തുക. ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് പേഴ്സണലി ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ടീച്ചേഴ്സ് പാരന്റ്സിനോടും പറയാം, വീട്ടില് ആ കുട്ടിക്കായിട്ട് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓരോ ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ ആ കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിച്ച് അങ്ങനെ ആ കുട്ടീനെ എൻഗേജ് ആയിട്ട് നിർത്തി കഴിഞ്ഞാൽ ഈ ടൈപ്പ് ഓഫ് ഒരു ഡീവിയേഷൻ നമുക്ക് ഒരു ഇതുവരെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണോ സൈക്കിക് ഫ്യൂഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഡൗട്ട് ഉണ്ടോ? അടുത്തിലേക്ക് പോയിക്കോട്ടെ. സൈക്കിക് ബാരിയേഴ്സ്. നെക്സ്റ്റ് വൺ ആണ് സൈക്കിക് ബാരിയേഴ്സ്. ഇതും സൈക്കിക് ഫ്യൂഗ് പോലത്തെ തന്നെ ഒരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ്. അതായത് ഒരു കുട്ടിക്ക് ആ റിയൽ എൻവയോൺമെന്റിൽ നിന്ന് ഒരു കെയറോ ലവോ ഒന്നും കിട്ടാണ്ടാവുമ്പോൾ ആ കുട്ടിയുടേതായ രീതിയിൽ ഒരു ഫാന്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്യുക, അതിന്റെ പിന്നാലെ പോവാം. അതാണ് മെയിൻ ആയിട്ട്. അല്ലെങ്കിൽ ആ കുട്ടിക്ക് റിജക്ഷൻ സംഭവിക്കുകയാണ്, റിയൽ എൻവയോൺമെന്റിൽ നിന്ന് റിജക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് സൈക്കിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. സിമിലർ ആയിട്ട് സൈക്കിക് ഫ്യൂഗ് പോലെ തന്നെയാണ്. അവന്റെ കൂടെ കളിക്കാൻ ആരില്ല, അവനെ ശ്രദ്ധിക്കാൻ ആരുമില്ല, അവന്റെ കാര്യങ്ങളൊന്നും ഇടപെടാൻ അങ്ങനെ ആരും ഇല്ലെങ്കിൽ അവന്റേതായ രീതിയിൽ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിന്റെ പിന്നാലെ പോകും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ കുട്ടീനെ അതിൽ നിന്ന് നമുക്ക്
വീണ്ടെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ കുട്ടിയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ പേഴ്സണാലിറ്റിനെ തന്നെ ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോ സൈക്കിക് ബാരിയേഴ്സ് എപ്പോഴും നമ്മളത് നേരത്തെ കുട്ടി ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര നെഗറ്റീവായിട്ടായിരിക്കും ആ കുട്ടീനെ ബാധിക്കാം. Psychic barriers. This is when a child erects a barrier between him and the world. The child feels so disappointed in the way he has been treated. The child goes from fantasy world to the rejection of the real world and places obstacles against his environment. If he does not get help at the right time, his personality may be retarded. നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ കപ്പൂൻ്റെ എന്ന് പറഞ്ഞ സിനിമയില് നമുക്കറിയാം ആൾക്ക് ആദ്യം കുറെ സ്നേഹവും അഫക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ രണ്ടാമത് ഒരു കുഞ്ഞു വന്നപ്പോൾ അവന് തന്നെ ഫീൽ വരാണ് അവനെ ശ്രദ്ധിക്കാൻ ആരുമില്ല, അവനെ സ്നേഹിക്കാൻ ആരുമില്ല, അതുപോലെ തന്നെ അവന്റെ കാര്യങ്ങളൊന്നും നോക്കാനോ പിടിക്കാനോ ആരുമില്ല എന്നൊരു ഓട്ടോമാറ്റിക്കലായിട്ട് ഒരു തോന്നല് അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് ആ കുട്ടിക്ക് വരാണ്. അത് ലാസ്റ്റ് അവന്റെ അനിയനെ തന്നെ കൊല്ലാനായിട്ട് ഒരു സിറ്റുവേഷനിലേക്ക് വരാണ്. അത് ഭയങ്കര അത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്തില്ല, പാരന്റ്സ് ഐഡന്റിഫൈ ചെയ്യുന്നില്ല. അതായത് അവന് ഇങ്ങനെ ഒരു വിഷമമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫീലിങ്സ് അവന്റെ ഉള്ളിലുണ്ട് എന്ന് പാരന്റ്സിന് ആദ്യം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണില്ല. ലാസ്റ്റ് ആണ് പറ്റുന്നത്. പക്ഷെ അവൻ ആ ദേഷ്യം, ആ ഒരു ഫീലിങ്സ്, വിഷമം ദേഷ്യത്തിലേക്ക് മാറിയിട്ട് അത് ലാസ്റ്റ് ഒരു കൊലപാതകത്തിലേക്ക് വരാണ്. അപ്പോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര നെഗറ്റീവായിട്ടായിരിക്കും ഒരു കുട്ടിയുടെ ക്യാരക്ടറിനെ ബാധിക്കുന്നത്. ഒരു എക്സാമ്പിൾ എന്റെ പേഴ്സണൽ ലൈഫിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ വല്യപ്പച്ചന്റെ 2 മക്കളുണ്ട്, ചേച്ചിമാരുണ്ട്. ചേച്ചിമാർക്ക് പിള്ളേരുണ്ട്. അപ്പൊ രണ്ടാമത്തെ ചേച്ചിയുടെ 2ാമത്തെ കൊച്ചും മൂത്ത ചേച്ചിയുടെ 3ാമത്തെ കൊച്ചും തമ്മിൽ ഒരു 1.5 വയസ്സൊക്കെ ഡിഫറൻസ് ഉള്ളൂ. 3ാമത്തെ കൊച്ച് പെൺകുട്ടിയാണ്, 2ാമത്തെ ചേച്ചിയുടെ കൊച്ച് ആൺകുട്ടിയാണ്. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും ഈ കൊച്ചാണ് ചെറുത്, പെൺകുട്ടിയാണ് ചെറുത്. അപ്പൊ മൂത്ത 2ാമത്തെ ചേച്ചിയുടെ കൊച്ചിന് ഓൾറെഡി ഒരു ചെറിയൊരു ഓട്ടിസം പോലെയൊക്കെ ഉണ്ട്, ഇങ്ങനെ സ്പീച്ച് തെറാപ്പി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും, ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ട്. അപ്പൊ പക്ഷെ നമ്മള് ചെല്ലുമ്പോ ചിലപ്പോ നമ്മൾ ഇവളെ കാണുമ്പോൾ നമ്മൾ ഇവളെ എടുക്കും, ഇവളെ കൊഞ്ചിക്കും. പക്ഷെ നമ്മളത് കാണുന്നില്ല, ആദ്യം നമുക്ക് മനസ്സിലായില്ല. ഇവൻ അത് കാണുമ്പോൾ ഇവന് ഓട്ടോമാറ്റിക്കലി ഇവളോട് ഭയങ്കര ദേഷ്യമാണ്. കാരണം ഇവളെയാണ് ടേക്ക് കെയർ ചെയ്യുന്നത്, ഇവളെ വന്ന് എടുക്കുന്നു, ഇവളെ കൊഞ്ചിക്കുന്നു, ഇവളെ കൊണ്ട് പുറത്തേക്ക് പോകുന്നു. നമ്മൾ ഇവനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും നമ്മൾ കൂടുതൽ ചെറുതായതുകൊണ്ട് നമ്മൾ ഇവളെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. അപ്പൊ നമ്മൾ കാണുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോ ഇവള് ഭയങ്കരമായിട്ട് കരയുന്ന കാണാം. അപ്പൊ ഇവൻ എന്നിട്ട് ഉപദ്രവിക്കുന്നതാണ്, അടിക്കുന്നതോ പിടിക്കുന്നതൊക്കെയാണ്. പക്ഷെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലായത് ഇവന്റെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ ഇവളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇവളെ എടുക്കുന്നതൊക്കെ ഇവന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ദേഷ്യം നമ്മളോട് കാണിക്കുന്നില്ല, പക്ഷെ അവളോട്, ചെറിയ കുട്ടിയോട് കാണിക്കാണ്. അവളെ അടിക്കുക അല്ലെങ്കിൽ പിച്ച ഇങ്ങനെയൊക്കെ ചെയ്യും നമ്മൾ. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാനും ചേച്ചിമാരൊക്കെ അത് റിയലൈസ് ചെയ്ത്. പിന്നെ നമ്മൾ അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ ഇവനെ കാണുമ്പോൾ ഇവനാദ്യം ഞങ്ങൾ എടുക്കും, എന്നിട്ട് ഇവനെ കുറച്ച് നേരം ഇതാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ഇവളെ ചിലപ്പോൾ കുറച്ച് നേരം മൈൻഡ് ചെയ്യില്ല, അങ്ങനെ ചെയ്യും. കാരണം അവൻ അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഓട്ടോമാറ്റിക്കലി മനസ്സിൽ വരാണ്. അപ്പോ ചെറിയ പിള്ളേരുടെ മനസ്സിൽ ഇതുപോലെ ഒരു റിയൽ എൻവയോൺമെന്റിൽ നിന്ന് കിട്ടേണ്ട ആ ഒരു കെയർ, അഫെക്ഷൻ കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ ആ കുട്ടി നമ്മളത് കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയില്ലെങ്കിൽ ആ കുട്ടിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ക്യാരക്ടർ, ബിഹേവിയറിനൊക്കെ നെഗറ്റീവായിട്ട് ഭയങ്കരമായിട്ട് ബാധിക്കാം. അതാണ് 2 ടൈപ്പ് ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത്, സൈക്കിക് ഫ്യൂഗും സൈക്കിക് ബാരിയേഴ്സും. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല, ക്ലിയർ ആയി. ശരിക്കും ആ എക്സാമ്പിൾ പറഞ്ഞതിനേക്കാൾ പേഴ്സണൽ ലൈഫിലെ എക്സാമ്പിൾ പറഞ്ഞത് കുറച്ചുകൂടെ നന്നായി. ഓക്കെ മാം. അശ്മി ഇപ്പൊ എങ്ങനെയുണ്ട്? അവൻ ഓക്കെ ആണോ? ഇപ്പൊ അവന് ആദ്യം സ്പീച്ച് തെറാപ്പിയും കാര്യങ്ങളും കുറെ ഇപ്പോ നടത്തിയായിരുന്നു, 2-3 വർഷം അതിന് പിന്നാലെ. ഇപ്പൊ സാധാ ഒരു നോർമൽ സ്കൂളിൽ കൊണ്ട് ചേർത്തിട്ടുണ്ട്. ഇപ്പൊ വ്യത്യാസം ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ ഒന്നും മിണ്ടൂലായിരുന്നു ആദ്യം. ഫാൻ എന്ന് പറഞ്ഞതിന് ഭയങ്കര അഡിക്റ്റഡ് ആയിരുന്നു അവൻ. എവിടെ കണ്ടാലും ഫാൻ എന്ന് മാത്രം പറയും. നമ്മുടെ റൂമില് ഒരു ദൂരെ നിന്ന് അവന് മനസ്സിലാവും, ഫാൻ കറങ്ങുന്നത് കാണുമ്പോൾ മനസ്സിലാവും. അവനുണ്ട് ഓടി വന്നിട്ട് ഫാൻ അതുകൊണ്ട് എല്ലാ റൂമിൽ കയറിയിട്ട് സ്വിച്ച് ഇടും, ഫാനിന്റെ സ്വിച്ച് ഇങ്ങനെ എല്ലാ സ്വിച്ച് ഇട്ട് വെച്ചിട്ട് ഫാൻ കറങ്ങുന്നത് നോക്കിയിരിക്കും. പിന്നെ അതുപോലെ തന്നെ എനിക്കൊക്കെ ഭയങ്കര അത്ഭുതം തോന്നി. എന്റെ ഒരു ന്യൂസ് ചാനൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, മനോരമ ന്യൂസ് ചാനൽ സംതിങ്, എറണാകുളത്താണ് ചേച്ചിയുടെ വീട്. അവനിങ്ങനെ ഓരോ സാധനത്തോണ്ട് ഫാൻ ഉണ്ടാക്കും, കുഞ്ഞു പ്രായത്തിൽ തന്നെ ഫാൻ ഉണ്ടാക്കുമായിരുന്നു. അത് പക്ഷെ കറങ്ങുകയൊക്കെ ചെയ്യുന്നത് അവൻ തന്നെ എങ്ങനെയൊക്കെയോ ചെയ്യും. നമുക്ക് അത്ഭുതമാവും ഇവൻ എങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കണേന്ന്.
എന്നിട്ട് അത് ഏതൊരു മനോരമ ന്യൂസ് ചാനൽ പണ്ട് കണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ. ഇപ്പൊ ഇത്തിരി ശരിയായി സ്പീച്ച് തെറാപ്പി ഒക്കെ ചെയ്തിപ്പോ സംസാരിച്ചൊക്കെ തുടങ്ങി. പക്ഷെ ആദ്യം ഒന്നും സംസാരിക്കില്ല, ഫാനിന് മാത്രം. അതുപോലെ തന്നെ ഇവളെ നമ്മൾ എടുക്കുമ്പോ നമ്മളോട് പക്ഷെ ദേഷ്യം കാണിക്കില്ല. പക്ഷെ അവളെ വന്നിട്ട് ഭയങ്കരമായിട്ട് തല്ല, അവളെ ഇങ്ങനെ പിച്ച അങ്ങനെയൊക്കെ ചെയ്യും. അത് പിന്നെ ചേച്ചിമാര് തമ്മിൽ ക്ലാഷ് ആവാനായിട്ട് തുടങ്ങി. കാരണം സ്വന്തം ആണെങ്കിൽ സ്വന്തം മോളെ ഉപദ്രവിക്കണ കാണുമ്പോ ഒരു ഇത് വരുമല്ലോ. അപ്പൊ അവര് തമ്മിൽ ഇതാവും. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് വരലൊക്കെ നിർത്തി. ഇപ്പൊ മൂത്ത ചേച്ചി വരുമ്പോ രണ്ടാമത്തെ ചേച്ചി വരില്ല, രണ്ടാമത്തെ ചേച്ചി വരുമ്പോ മൂത്ത ചേച്ചി വരില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം. ഇപ്പൊ പിന്നെ ശരിയായി വരുന്നു, കുഴപ്പമില്ല. Okay. Then next, Fatima. യെസ് മാം. Present ചെയ്തോടാ. Okay, ma'am. അതല്ലേ? അതെ. Good afternoon, ma'am, and good afternoon all. Attachment. In the context of Montessori education, attachment as a type of deviation refers to an unhealthy, excessive, and dependent clinging by a child to an adult which hinders their natural drive toward independence and exploration. This is distinct from the psychological concept of a secure attachment, which is considered healthy and provides a safe base for exploration. In Montessori theory, this deviated attachment manifests as മോണ്ടിസോറി വിദ്യാഭ്യാസത്തിന്റെ പശ്ചാത്തലത്തിൽ ആസക്തി എന്നത് ഒരു തരം വ്യതിയാനമാണ്. അതായത് ഒരു കുട്ടി ഒരു മുതിർന്ന കുട്ടിയോട് അനാരോഗ്യകരവും അമിതവും ആശ്രിതവുമായ പറ്റിപ്പിടിക്കലിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് സ്വാതന്ത്ര്യത്തിലേക്കും പര്യവേഷണത്തിലേക്കുമുള്ള അവരുടെ സ്വാഭാവിക പ്രേരണയെ തടസ്സപ്പെടുത്തുന്നു. സുരക്ഷിതമായ അറ്റാച്ച്മെന്റ് എന്ന മനഃശാസ്ത്ര സങ്കല്പത്തിൽ നിന്ന് ഇത് വ്യത്യസ്തമാണ്. ഇത് ആരോഗ്യകരമാണെന്ന് കരുതപ്പെടുകയും പര്യവേക്ഷണത്തിന് സുരക്ഷിതമായ അടിത്തറ നൽകുകയും ചെയ്യുന്നു. മോണ്ടിസോറി സിദ്ധാന്തത്തിൽ ഈ വ്യതിചലിച്ച അറ്റാച്ച്മെന്റ് ഇങ്ങനെ പ്രകടനമാകുന്നു. അതായത് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് എല്ലാത്തിനും അവന്റെ എല്ലാ കാര്യങ്ങൾക്കും മുതിർന്ന ഒരാളോട് കൂടുതൽ ആശ്രയം കുട്ടി കാണിക്കുന്നതിനെയാണ് ബേസിക്കലി അറ്റാച്ച്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Excessive dependency. The child constantly seeks the adult's help, presence, or entertainment and seems unable to function alone. Lack of confidence and exploration. The child is often bored and unwilling to explore the environment or engage in spontaneous, purposeful work on their own because they do not feel secure enough to leave the adult sides. Hindered development. This behavior prevents the child from developing self-reliance, inner discipline, and the ability to concentrate, which are all characteristics of a concrete, normalized child in Montessori philosophy. Adult become a slave. The adult is constantly at the child's beck and call, inadvertently fostering this dependence by meeting every need and demand rather than allowing the child to develop their own capabilities. അമിതമായ ആശ്രിതത്വം. കുട്ടി നിരന്തരം മുതിർന്നവരുടെ സഹായമോ സാന്നിധ്യമോ വിനോദമോ തേടുകയും ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തതായി തോന്നുകയും ചെയ്യുന്നു. ആത്മവിശ്വാസക്കുറവും പര്യവേഷണക്കുറവും. മുതിർന്നവരുടെ പക്ഷത്ത് നിന്ന് പോകാൻ ആവശ്യമായ സുരക്ഷിതത്വം കുട്ടിക്ക് തോന്നാത്തതിനാൽ കുട്ടി പലപ്പോഴും വിരസത അനുഭവിക്കുകയും പരിസ്ഥിതി പര്യവേഷണം ചെയ്യാനോ സ്വന്തമായി സ്വമേധയുള്ളവയും ഉദ്ദേശപൂർണവുമായ ജോലിയിൽ ഏർപ്പെടാനോ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്നു. വികസനം തടസ്സപ്പെടുന്നു. ഈ പെരുമാറ്റം കുട്ടിയെ സ്വാശ്രയത്വം, ആന്തരിക അച്ചടക്കം, ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് എന്നിവ വികസിപ്പിക്കുന്നതിൽ നിന്ന് തടയുന്നു. ഇവയെല്ലാം ഒരു വ്യക്തിയുടെ സവിശേഷതകളാണ്. മുതിർന്നയാൾ ഒരു അടിമയായി മാറുന്നു. മുതിർന്നയാൾ നിരന്തരം കുട്ടിയുടെ ആഹ്വാനത്തിന് കീഴിലാണ്. കുട്ടിയെ സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാൻ അനുവദിക്കുന്നതിനു പകരം എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നതിലൂടെ അശ്രദ്ധമായി ഈ ആശ്രയത്വം വളർത്തുന്നു. അതായത് ഈ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ആശ്രയത്വം കൊണ്ട് കുട്ടിക്ക് സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ അങ്ങനെയുള്ള കുട്ടികൾ അവരുടെ എല്ലാ കാര്യത്തിനും ബേസിക്കലി മദറിനെ ആയിരിക്കും അവർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. അതിലൂടെ അവരുടെ ഒരു ഡെവലപ്മെന്റിന് തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അവർക്ക് പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് അവരുടെ ഓരോ കാര്യങ്ങൾ ചെയ്യതിലെല്ലാം ആ കുട്ടികൾ ബാക്കോട്ടായിരിക്കും. അവരെപ്പോഴും അവർക്ക് ആരാണോ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അവരെ തന്നെ എപ്പോഴും അവര് കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അവർ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാൻ തയ്യാറാവുകയോ പുതിയ കാര്യങ്ങൾ അവർ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യാതെ വരും.
Montessori believed that a truly secure child, having developed trust and a sense of safety, will use the adult as a secure base from which to confidently venture out and interact with the world and materials, returning only when necessary for comfort or support. The attachment deviation, therefore, is an inhibition for normal development, resulting from the child's inability to feel secure enough to act independently. മാം കേൾക്കാവോ മാം? കേൾക്കാട്ടെ, കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ. വിശ്വാസവും സുരക്ഷിതത്വ ബോധവും വളർത്തിയെടുത്ത ഒരു കുട്ടി മുതിർന്നവരെ ഒരു സുരക്ഷിത അടിത്തറയായി ഉപയോഗിക്കുമെന്നും അതിൽ നിന്ന് ആത്മവിശ്വാസത്തോടെ ലോകവുമായും വസ്തുക്കളുമായും ഇടപഴകാനും ആശ്വാസത്തിനോ പിന്തുണയ്ക്കോ വേണ്ടി ആവശ്യമുള്ളപ്പോൾ മാത്രം മടങ്ങി വരുമെന്നും മോണ്ടിസോറി വിശ്വസിച്ചു. അതിനാൽ ആസക്തി വ്യതിയാനം കുട്ടിക്ക് സ്വാതന്ത്ര്യമായി പ്രവർത്തിക്കാൻ വേണ്ടത്ര സുരക്ഷിതത്വവും തോന്നാൻ കഴിയാത്തതിന്റെ ഫലമായി ഉണ്ടാകുന്ന സാധാരണ വികാസത്തിന് ഒരു തടസ്സമാണ്. അതായത് ഈ അറ്റാച്ച്മെന്റിലൂടെ കുട്ടിക്ക് സ്വാതന്ത്ര്യമായിട്ടൊരു കാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് നഷ്ടപ്പെടുകയും ആത്മവിശ്വാസത്തോടെ ലോകമായിട്ടും അതുപോലെ ആ കുട്ടിയുടെ ചുറ്റുമുള്ള വസ്തുക്കളുമായിട്ടും ഇടപഴകാനുള്ള ഒരു കഴിവും ആ കുട്ടിക്ക് നഷ്ടപ്പെടുന്നു. നെക്സ്റ്റ്, പൊസസീവ്നെസ്. In Montessori philosophy, possessiveness is a type of behavioral deviation, not an inherent trait that arises when a child's natural development is hindered by an unsupportive environment. It is a manifestation of unmet developmental needs where a child becomes attached to the mere owning of objects rather than the deeper engagement of learning through work and concentration. Possessiveness as a deviation is suitable for the child's natural drive for knowledge and understanding instead of a healthy interest in how an object works or its purpose. The child's joy is limited to simply having it. This behavior is often linked to environments where child lacked sufficient opportunities for engaging self-directed work and exploration. Child have an excess of toys that quickly lose their novelty, leading to a superficial attachment to the object itself. The child's life of the mind is not properly nourished with the meaningful activities. മോണ്ടിസോറി തത്വചിന്തയിൽ പൊസസീവ്നെസ് എന്നത് ഒരുതരം പെരുമാറ്റ വ്യതിയാനമാണ്, ഒരു അന്തർലീനമായ സ്വഭാവമല്ല. ഒരു കുട്ടിയുടെ സ്വാഭാവിക വികസനത്തിന് പിന്തുണയില്ലാത്ത ഒരു അന്തരീക്ഷം തടസ്സപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വഭാവ വ്യത്യാസമാണിത്. ഒരു കുട്ടി ജോലിയിലൂടെയും ഏകാഗ്രതയിലൂടെയും അവയിൽ നിന്ന് പഠിക്കുന്നതിന്റെ ആഴത്തിലുള്ള ഇടപെടലിനു പകരം വസ്തുക്കളുടെ ഉടമസ്ഥതയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നിറവേറ്റപ്പെടാത്ത വികസന ആവശ്യങ്ങളുടെ പ്രകടനമാണിത്. കുട്ടിയുടെ അറിവിനും മനസ്സിലാക്കുന്നതിനുമുള്ള സ്വാഭാവികമായ ആഗ്രഹത്തിന് പകരമായി ഒരു വ്യതിയാനം എന്ന നിലയിൽ കൈവശാവകാശ ബോധം കാണപ്പെടുന്നു. ഒരു വസ്തു എങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശം എങ്ങനെയാണെന്നതിനുള്ള ആരോഗ്യകരമായ താല്പര്യത്തിനു പകരം കുട്ടിയുടെ സന്തോഷം അത് കൈവശം വെക്കുന്നതിൽ മാത്രമായി ഒതുങ്ങുന്നു. ഈ സ്വഭാവം പലപ്പോഴും ഇനി പറയുന്ന പരിസ്ഥിതികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുട്ടികൾക്ക് സ്വയം ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ജോലികൾക്കും പര്യവേഷണങ്ങൾക്കും മതിയായ അവസരങ്ങൾ ലഭിക്കുന്നില്ല. കുട്ടികളിൽ കളിപ്പാട്ടങ്ങളുടെ ആധിക്യം മൂലം പെട്ടെന്ന് പുതുമ നഷ്ടപ്പെടുകയും അത് ആ വസ്തുവിനോട് തന്നെ ഉപരിപ്ലവമായ ഒരു അടുപ്പത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. കുട്ടിയുടെ മനസ്സിന്റെ ജീവൻ അർത്ഥവത്തായ പ്രവർത്തനങ്ങളാൽ ശരിയായി പരിപോഷിപ്പിക്കപ്പെടുന്നുമില്ല. Remedy. According to Montessori, possessiveness, like other deviation, is not a permanent state but a temporary adaptive response that can be corrected through the process of normalization. This is achieved by providing a prepared environment where the child has the freedom to choose activities and engage in long, concentrated work cycles. When children can satisfy their inner need for purposefully activity and mastery, the possessive instinct transforms into a love of knowledge, understanding, and respect for the community's resources. മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ മറ്റു വ്യതിയാനങ്ങളെ പോലെ പൊസസീവ്നെസ് ഒരു സ്ഥിരമായ അവസ്ഥയല്ല, മറിച്ച് സാധാരണവൽക്കരണ പ്രക്രിയയിലൂടെ ശരിയാക്കാൻ കഴിയുന്ന ഒരു താൽക്കാലിക അഡാപ്റ്റീവ് പ്രതികരണമാണ്. കുട്ടികൾക്ക് പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കാനും ദീർഘവും ഏകാഗ്രവുമായ ജോലി ചക്രങ്ങളിൽ ഏർപ്പെടാനുമുള്ള സ്വാതന്ത്ര്യം
ഉള്ള ഒരു അന്തരീക്ഷം തയ്യാറാക്കുന്നതിലൂടെ ഇത് നേടാവുന്നതാണ്. കുട്ടികൾക്ക് ലക്ഷ്യബോധമുള്ള പ്രവർത്തനത്തിനും വൈദഗ്ധ്യത്തിനുമുള്ള അവരുടെ ആന്തരിക ആവശ്യം തൃപ്തിപ്പെടുത്താൻ കഴിയുമ്പോൾ പൊസസീവ് ഇൻസ്ട്രക്ഷൻ, അറിവിനോടുള്ള സ്നേഹം, മനസ്സിലാക്കൽ, സമൂഹത്തിന്റെ വിഭവങ്ങളോടുള്ള ബഹുമാനം എന്നിവയായി മാറുന്നു. ഓക്കെ മാം, മനസ്സിലായോ? ഓക്കെ കേട്ടോ. ഓക്കെ, താങ്ക് യു. ബാക്കിയുള്ളവർക്ക് നെക്സ്റ്റ് ക്ലാസ്സില് സെമിനാർ കണ്ടക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഓക്കെ മിസ്. താങ്ക് യു ഓൾ. നെക്സ്റ്റ് വീക്ക് നമുക്ക് കാണാം. താങ്ക് യു. താങ്ക് യു മാം. Thank you.